വെൽക്കം ടു സൈക്കോസ്കോപ്പ്. സ്കൂൾ കാലം തൊട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണിത്. പേനയെടുത്ത് പേപ്പറിന്റെ വശങ്ങളിൽ വരച്ചു തുടങ്ങിയാൽ ഉടൻ വരും ടീച്ചറിന്റെ ശകാരം. നമ്മളെല്ലാവരും തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. ഫോണിൽ സംസാരിക്കുമ്പോഴോ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴോ അറിയാതെ പേനയെടുത്ത് നോട്ട് ബുക്കിന്റെ മൂലയിൽ എന്തൊക്കെയോ വരച്ചു കൂട്ടാറുണ്ട്, അല്ലേ? ഇതിനെയാണ് നമ്മൾ ഡൂഡ്ലിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് വെറുതെ സമയം കളയാനുള്ള ഒരു വിനോദമാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കൊച്ചു വരകൾക്ക് പിന്നിൽ അതിശയിപ്പിക്കുന്ന ചില മനഃശാസ്ത്ര രഹസ്യങ്ങളുണ്ട്. സ്ട്രെസ് കുറയ്ക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണിത്. നമ്മൾ ആവർത്തിച്ച് വരയ്ക്കുന്ന വരകളും ഡിസൈനുകളും നമ്മുടെ ബ്രെയിനിലെ റിവാർഡ് സെന്റേഴ്സിനെ ഉണർത്തുന്നു. ഇത് സ്ട്രെസ്സിന് കാരണമായ ഹോർമോണായ കോർട്ടിസോളിന്റെ അളവിനെ കുറയ്ക്കും. വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്ത ടെൻഷനുകൾക്ക് പുറത്തുവിടാനുള്ള ഒരു നല്ല വഴിയാണിത്. കഥ നടക്കുന്നത് അങ്ങ് UK-യിലാണ്. 2009 സൈക്കോളജിസ്റ്റായ ജാക്കി ആൻഡ്രേസ് നടത്തിയ ഒരു പഠനം പറയുന്നത് ഡൂഡ്ലിംഗ് എന്നത് ഒരു ശ്രദ്ധക്കുറവല്ല, മറിച്ച് നമ്മുടെ ബ്രെയിനിലെ പിടിച്ചു നിർത്തുവാനുള്ള ഒരു സേഫ്റ്റി നെറ്റാണ്. തന്റെ പരീക്ഷണത്തിനായി 40 ആളുകളെ അദ്ദേഹം തിരഞ്ഞെടുത്തു. അവർക്ക് അതിവിരസമായ അല്ലെങ്കിൽ മൊണോട്ടണസ് ആയ 2.5 മിനിറ്റ് ദൈർഘ്യമുള്ള ഓൾറെഡി റെക്കോർഡ് ചെയ്തു വെച്ച ഒരു ഫോൺ സന്ദേശം കേൾപ്പിച്ചു. ഒരു ബർത്ത്ഡേ പാർട്ടിയിലെ ആളുകളുടെ പേരുകളും സ്ഥലങ്ങളുമായിരുന്നു ആ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. പരീക്ഷണം ഇങ്ങനെയായിരുന്നു. ഈ 40 പേരെ 20 പേർ വീതമുള്ള 2 ഗ്രൂപ്പുകളായി പകുത്തു. ആദ്യത്തെ ഗ്രൂപ്പിനോട് അല്ലെങ്കിൽ ഈ കൺട്രോൾ ഗ്രൂപ്പിനോട് ഒന്നും ചെയ്യാതെ ആ സന്ദേശം മാത്രം കേൾക്കുവാൻ പറഞ്ഞു. രണ്ടാമത്തെ ഗ്രൂപ്പിനോട് ഡൂഡ്ലിംഗ് ചെയ്യാൻ പറഞ്ഞു. മെമ്മറി ടെസ്റ്റിന്റെ ഫലം വന്നപ്പോൾ എല്ലാവരും ഞെട്ടി. ഒന്നും ചെയ്യാതെ ഇരുന്നവരെക്കാൾ 29% കൂടുതൽ വിവരങ്ങൾ ഓർത്തെടുക്കാൻ ഡൂഡ്ലിംഗ് ഗ്രൂപ്പിന് സാധിച്ചു. അതായത് ഈ കുത്തി വരച്ചുകൊണ്ടിരുന്നവർ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നു? ആൻഡ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ബോറടിപ്പിക്കുന്ന കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോർ ഡേ ഡ്രീമിംഗിലേക്ക് വഴുതി വീഴും, അല്ലെങ്കിൽ പകൽ കനവുകൾ എന്ന് പറയാം. ഈ പകൽ കിനാവ് കാണുവാൻ ബ്രെയിനിന് വലിയ ഊർജം ആവശ്യമാണ്. എന്നാൽ ഡൂഡ്ലിംഗ് എന്ന ഈ ചെറിയ പ്രവൃത്തി ബ്രെയിനിനെ പകൽ കിനാവുകളിൽ നിന്ന് തടയുന്നു. അതായത് തലച്ചോറിനെ ബോറടിക്കാതെ എൻഗേജ്ഡ് ആയി നിലനിർത്തുവാൻ ഡൂഡ്ലിംഗിന് സഹായിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആൻഡ്രോയിഡിന്റെ എക്സ്പെരിമെന്റിൽ യൂസ് ചെയ്തത് ഓൾറെഡി വരച്ചു വെച്ച സർക്കിൾ, സ്ക്വയർ എന്നീ പാറ്റേണുകളായിരുന്നു. എന്നാൽ മറിച്ച് നിങ്ങൾ വലിയൊരു ലാൻഡ്സ്കേപ്പോ അല്ലെങ്കിൽ സങ്കീർണമായ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് വരയ്ക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ശ്രദ്ധ മാറ്റിയേക്കാം. എന്നാൽ ലളിതമായ ഇത്തരത്തിലുള്ള അലക്ഷ്യമായ കുറിച്ചുകൊണ്ടുള്ള വരകളും ഷേപ്പിങ്ങും ബ്രെയിനിന് ഒരു കഫേ ഷോട്ട് പോലെ, അല്ലെങ്കിൽ ഒരു തരം എനർജി ഡ്രിങ്ക് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഇല്ലേ, അതുപോലെ ഉണ്ടാകുന്ന ഒരവസ്ഥ. ഇത് നിങ്ങളുടെ ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ കൃത്യമായി നിലനിർത്തുന്നു. ഈ ഡൂഡ്ലിംഗ് പ്രവൃത്തി നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിനെ ഉണർത്തുന്നു. വാട്ട് ഈസ് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്? അതായത് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും നമ്മളെ സഹായിക്കുന്ന ബ്രെയിനിലെ ഭാഗമാണിത്. അതായത് നമ്മുടെ നെറ്റിത്തടത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗം. ഡൂഡിൽ ചെയ്യുമ്പോൾ ഈ ഭാഗത്തേക്ക് രക്തയോട്ടം കൂടുകയും കൂടുതൽ ഓക്സിജനും എനർജിയും അവിടെ എത്തുന്നു. അതിലൂടെ പുതിയ ചിന്തകളും ഐഡിയകളും നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, പല വലിയ ബിസിനസ് ഐഡിയകളും വെറും ഒരു കടലാസ് കഷ്ണത്തിലെ വരകളിലും കുറികളിലും തുടങ്ങുന്നു എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാന കാര്യം ഡോപാമിൻ ആണ്. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുമ്പോൾ തലച്ചോറിൽ സന്തോഷം നൽകുന്ന ഡോപാമൈൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കുന്നു. പഠിക്കുന്ന കാര്യങ്ങളോട് കൂടുതൽ താല്പര്യം തോന്നിപ്പിക്കുവാനും സഹായിക്കുന്നു. ഇനി ഒരു മൾട്ടി സെൻസറി ലേണിംഗ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഇതിനെ നോക്കിയാൽ സാധാരണയായി നമ്മൾ കേൾക്കുകയോ കാണുകയോ മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ഡൂഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ശാരീരികമായും ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. അതായത് കേൾവി, കാഴ്ച, സ്പർശനം, ഇവ മൂന്നും കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്നു. ഈ 3 കാര്യങ്ങൾ ഒരേ സമയം നടക്കുമ്പോൾ വിവരങ്ങൾ തലച്ചോറിൽ കൂടുതൽ ആഴത്തിൽ പതിയുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ തലച്ചോർ
ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ ഡൂഡ്ലിംഗ് എന്നത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ഒരു ചെറിയ ആപ്പ് പോലെയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ചിന്തകൾ ഒരു വികൃതി കുട്ടിയെ പോലെയാണ്. ഒരു മിനിറ്റ് വെറുതെ വിട്ടാൽ അവൻ ഓടിപ്പോകും. ആ കുട്ടിക്ക് കളിക്കാൻ കൊടുക്കുന്ന ഒരു ചെറിയ കളിപ്പാട്ടമാണ് ഈ ഡൂഡ്ലിംഗ്. കളിപ്പാട്ടം കിട്ടിയാൽ അവൻ ഒരിടത്ത് അടങ്ങിയിരുന്നോളും, നമ്മൾ പറയുന്നത് കേൾക്കുകയും ചെയ്യും. നിങ്ങളുടെ ഡൂഡ്ലിംഗ് വരകൾ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ജോമെട്രിക്കൽ ഷേപ്പ്, അതായത് സ്ക്വയർ, ട്രയാങ്കിൾ തുടങ്ങിയവയാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ കാര്യങ്ങളെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നവരാകാം. മുഖങ്ങളാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ഇടപഴകുവാനും സൗഹൃദം ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമാകാം. നക്ഷത്രങ്ങളും അമ്പുകളും ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്, ലൈഫിൽ മുന്നേറണം എന്ന ചിന്തയാണ് സൂചിപ്പിക്കുന്നത്. മറിച്ച് പൂക്കളാണെങ്കിലോ നിങ്ങൾ സ്നേഹമുള്ളവരും സമാധാനം ആഗ്രഹിക്കുന്നവരുമാണ്. ഇതിനെ ഒരു സയന്റിഫിക് ആയ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നൊന്നും നമുക്ക് വിളിക്കാൻ കഴിയില്ല, കാരണം ഇതിന് ശാസ്ത്രീയതയൊന്നുമില്ല. എങ്കിലും ചില പൊതുവായ അഭിപ്രായവും നിരീക്ഷണവും ഇതിൽ ഉണ്ട്. ലോക പ്രശസ്തരായ പല ചിന്തകരും വലിയ ഡൂഡ്ലിംഗ് പ്രേമികളായിരുന്നു. ഇതിൽ ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന്റെ സ്ഥാപകനായ സ്റ്റീവ് ജോബ് മുതൽ മുൻ അമേരിക്കൻ പ്രസിഡന്റുമാർ വരെ ഇതിൽ ഉൾപ്പെടുന്നു. നമ്മൾ വെറുതെ വരയ്ക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പുതിയ ഐഡിയകൾ കണ്ടെത്തുവാനും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും നമ്മളെ സഹായിക്കുന്നു. അടുത്ത തവണ നിങ്ങൾ ബോറടിക്കുന്ന ഒരു ക്ലാസ്സിലോ മീറ്റിംഗിലോ ഇരിക്കുമ്പോൾ കുറ്റബോധമില്ലാതെ പേനയെടുത്ത് ധാരാളം വരച്ചു തുടങ്ങിക്കൊള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നിയേക്കാം, പക്ഷേ ജാക്കി ആൻഡേഴ്സിന്റെ ഗവേഷണം നമ്മുടെ കൂടെയുണ്ട്. നിങ്ങളുടെ തലച്ചോർ മറ്റെങ്ങും പോകാതെ ആ വാക്കുകളിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ ഈ കൊച്ചു വരകൾ സഹായിക്കും. നിങ്ങൾ കൂടുതലായും എന്താണ് വരയ്ക്കാറുള്ളത്? താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള സൈക്കോളജി വീഡിയോസിനായി സൈക്കോസ്കോപ്പ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. സൈക്കോളജിയിലെ വിജ്ഞാനപ്രദങ്ങളായ രസകരമായ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ശുഭദിന ആശംസകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.